ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിന്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മഷ്റൂം കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ നല്ലെണ്ണയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകുമോ എന്ന് അറിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് നമുക്ക് പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇനി ഈ മഷ്റൂം ഇതിൽ കിടന്ന് നന്നായിട്ട് അങ്ങ് കുക്ക് ആവണം. ഞാനിവിടെ 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. മഷ്റൂമിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം. സോ അതുവരെ നമുക്ക് ഈ മഷ്റൂം അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. മഷ്റൂം ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള സ്ക്വയർ ആയിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 3 കളർ ക്യാപ്സിക്കവും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ 3 കളർ ക്യാപ്സിക്കം ഉള്ളത് കൊണ്ടാണ് ഞാൻ 3 കളറും എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കളർ മാത്രമേ ഉള്ളെങ്കിൽ അത് ഉപയോഗിച്ചാലും മതിയാകും. 3 കളർ ക്യാപ്സിക്കത്തിന്റെയും ഒരു പകുതി ഭാഗമാണ് ഞാൻ ഇവിടെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത്. സവാളയും ക്യാപ്സിക്കവും ചെറുതായിട്ടൊന്ന് കുക്ക് ആയിട്ടുണ്ട്. ഇത് ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ റെഡ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാകും. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ സോസുകളുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 മുതൽ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ കലക്കി ഒഴിക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിടണം, കാരണം സോസുകളിലൊക്കെ ഉപ്പുണ്ട്. സോ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. സോ നമുക്ക് കുറച്ച് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം, സോസുകളിലൊക്കെ ഉപ്പുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങ് തിളക്കട്ടെ. ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ കുരുമുളക് പൊടി ചേർക്കാൻ മറന്നുപോയതാണ്. നമ്മൾ ആ സോസും പഞ്ചസാരയും ഒക്കെ ചേർത്ത സമയത്ത് തന്നെ ചേർക്കണമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ ചേർത്താലും മതിയാകും. പിന്നെ കുരുമുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ കലക്കി ഒഴിച്ചത് കുറച്ച് കുറച്ചായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതായത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. ഈ കോൺഫ്ലവറും ഇതിൽ കിടന്ന് നന്നായിട്ട് അങ്ങ് കുക്ക് ആവണം. ഇതാ നമ്മുടെ കോൺഫ്ലവറും ഇതിൽ കിടന്ന് നന്നായിട്ട് അങ്ങ് കുക്ക് ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പരുവത്തിൽ ഈ കറി എടുക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചുകൂടെ ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിക്കുന്ന സ്റ്റെപ്പ് തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. വെള്ളവും കോൺഫ്ലവറും ഒഴിക്കേണ്ടെന്ന് വെക്കാം. പക്ഷെ എനിക്ക് ഈ ഒരു ടൈപ്പാണ് ഇഷ്ടം. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പോർഷൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഒന്നും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക. അപ്പൊ നല്ല സിമ്പിൾ ആയിട്ടുള്ള മഷ്റൂം കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിന്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് കാണുവാനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.